അല്ലല്ല, അച്ഛമ്മ വന്നിട്ട് സാറ് വരും. മലി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, പ്ലീസ്. ഇനി കാർത്തിക് സുബ്രാജ് സാറാണ്, പ്ലീസ് സാർ. കാർത്തികേയൻ സാർ, കല്യാൺ സർ, ശ്രീധരൻ, സുധിഷേട്ടൻ, നമ്മുടെ വിജേഷ്, അതുപോലെ ഗണപതി, ശീതൾ, അമീൻ. കസേര മതിയാകുമോ എന്നുള്ളൊരു സംശയമുള്ളൂ. ഓക്കെ അല്ലേ? ശീതൾ, യു ക്യാൻ സിറ്റ് ഹിയർ. ഓക്കെ. സോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ ആൾക്കാർക്കും താങ്ക് യു. നിങ്ങളാണ് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്തത് ഈ സിനിമ. ഹലോ, especially crew members, Raj, founder of Stone Bench, and my partners. Hello, my partners, Karthikeyan, Kalyan, there, and okay. Hello, yes, and music directors. എല്ലാവരും ഇവിടെ ഉണ്ട്, DOP, എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഇത്രയും ഒരു സക്സസ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതും എല്ലാം. പിന്നെ നിങ്ങളാണ് ഈ ഒരു ഇത്രയും വലിയൊരു വിജയം നമുക്ക് നന്നായി ആൾക്കാരിലേക്ക് എത്തിച്ചതും ഈ ഒരു വിജയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയതും. ഇനി എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഈ പടം പറഞ്ഞ പോലെ ചെറിയ പടം എന്ന് ഞങ്ങൾ പറഞ്ഞാലും ഇത്രയും വലിയ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് ഇവരൊക്കെ. ഇപ്പോൾ വലിയ പടം തന്നെയാണ്. ക്യാമറാമാൻ ആൽബി ആണെങ്കിലും, എഡിറ്റർ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സൂരജ് ആണെങ്കിലും, ബിബിനൊക്കെ ഇതിനു മുമ്പ് ഹിറ്റുകൾ തന്ന ആൾക്കാരനാണ്. അപ്പോൾ പടം ഒരു വലിയ പടം തന്നെയായിരുന്നു. നമ്മുടെ വിനയെ കൊണ്ട് ചെറിയ പടം എന്ന് പറയായിരുന്നു. എന്തായാലും ആ ചെറിയ വലിയ പടത്തിനെ ഇത്രയും ജനപ്രിയ പടമാക്കി നമ്മൾ സ്വീകരിച്ച കേരളത്തിലെ ജനങ്ങൾക്കും അതിന് വഴിയൊരുക്കിയ നമ്മുടെ ഈ പടം ജനങ്ങളുമായി കണക്ട് ചെയ്ത് തന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളും വലിയ നന്ദി. ഒരു ശ്രീജിത്തും നമ്മുടെ വിജേഷും ശ്രീഹരിയും വന്ന് ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ഈ പറഞ്ഞ മച്ചമ്മയുടെ ക്യാരക്ടറും തുമ്മലും പരിപാടിയൊക്കെ എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ശ്രീജിത്തിനെ വിളിച്ചപ്പോൾ ശ്രീജിത്ത് എന്നെക്കാളും ഒരു സെൻസുള്ള ഒരു നവരസയുടെ ഫിലിം മേക്കിംഗ്, അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കിംഗ് ആണല്ലോ. ശ്രീജിത്ത് പറഞ്ഞു, ചേട്ടാ നല്ല സംഭവം തന്നെയാണ്, നമ്മൾ ഒന്നിച്ചുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദൈവാധീനം പോലെ സ്റ്റോൺ ബെഞ്ച് നമ്മുടെ സിനിമയുടെ ഭാഗമായി. അങ്ങനെ എല്ലാവരുടെയും ഓരോരുത്തരെയും നല്ലൊരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ കൊണ്ട് സ്ക്രിപ്റ്റിലുള്ള ഇംപ്രവൈസേഷൻ, ഷൂട്ടിംഗ് സമയത്ത് ഇവരുടെയൊക്കെ സഹകരണം, ഫൈറ്റൊക്കെ ആണെങ്കിലും ഒരു അത്രയും സ്ട്രെയിൻ ചെയ്ത് അമീൻ എല്ലാവരും ഓരോരുത്തരോടും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ, സാഗറും എല്ലാവരും ചെയ്തത് ഓരോരുത്തരെയും പ്രൊഡക്ഷനിലെ ആൾക്കാർ അത്രയും. ഞാൻ കുറേ അധികം പടം ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഏറ്റവും എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്ത പടമാണ്. ആ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നിവിടെ നമ്മൾ ഒത്തുകൂടിയത്. എല്ലാവർക്കും നന്ദി. முதல்ல ரொம்ப விவிஐபியாக வந்திருக்காங்க. கார்த்திக் சார், வணக்கம் சார். இவங்க எல்லாம் என்னோட நண்பர்கள் மட்டும் இல்லை, என் சகோதரர்கள் மாதிரி. அதனால் எப்போ வேணாலும் பேசலாம், எப்போ பார்த்தாலும் நான் பேசுவாங்க. ഏതായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നൊക്കെ എല്ലാവർക്കും അറിയാം, ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു ഭയങ്കര വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ പറയാൻ കുറച്ച് വൈകും. കാരണം വലിയ വലിയ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാം കൊച്ചു കൊച്ചു പിള്ളേർ ശരി. പക്ഷേ ഇവരെ പറ്റി ഞാൻ ഇതിന് മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. സാഗർ, ഗണപതി. ഇപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തറിയുന്നത് അമീനെയാണ്. അമീൻ ഇങ്ങനെ കലക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. ഭയങ്കര കാരണം ഞാൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് രസമായിട്ട് അവരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി സത്യം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, അയ്യോ അമ്മ അവരൊക്കെ വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പോഴാണ് പൃഥ്വി എന്നെ ഓർമ്മപ്പെടുത്തി, അമ്മയ്ക്ക് ഓർമ്മയല്ലേ സാഗറിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത്
ഇങ്ങനത്തെ പടങ്ങൾ ഓടുമ്പോഴുണ്ടല്ലോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കൊരു അഭിമാനവും സന്തോഷവുമാണ്. കാരണം ഇതൊരു താരമൂല്യം കൊണ്ട് ഓടിയ പടമല്ല. ഒരു ചെറിയ സംഭവത്തിനെ 2-2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥയുണ്ടാക്കി അത് പിന്നെ സ്ക്രിപ്റ്റാക്കി അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് എന്താ ക്യാമറ എഡിറ്റിങ്ങും. ഞാൻ പോലും ഒരു ഷോട്ട് ഞെട്ടിപ്പോയി. അവസാനം വീണ്ടും കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. അയ്യോ പോയില്ല തള്ളാതെ എനിക്ക് തോന്നി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് ഈ പടം എടുത്തു. എനിക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടിരുന്ന വിജേഷിന് വല്ലതും തോന്നുന്നു വിചാരിച്ചാൽ എൻ്റെ ഫോണിനകത്ത് 1000 മെസ്സേജ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ. ലണ്ടനിലൊക്കെ 30 സീറ്റ് അവിടുത്തെ നമ്മുടെ ഈ പാരഗണിൻ്റെയൊക്കെ ഒരു പാർട്ണറായിരുന്നു എൻ്റെ ഒരു വലിയ, നിങ്ങൾക്കൊക്കെ അറിയാം, കൊച്ചിനെ കയറി ലേഡി പൃഥ്വിരാജ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആതിരയുടെ അച്ഛനും അവരെല്ലാവരും കൂടെ ഒരു സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞ അമ്മേ ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി സാർ മോഹൻലാൽ സാറിൻ്റെയൊക്കെ പടത്തിൽ ടിക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് എന്നാൽ അതിൽ കിട്ടും. ഇത് 3 ദിവസം കഴിയാണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ എന്തോ കാര്യമായിട്ട് ഈ പടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോറടിക്കാതെ ആർക്കും ഇൻ്റർവെല്ലിനൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്നെങ്ങാനും കയറി വന്നാലോ പടം എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു പടം. ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. ഈ സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണ് അപ്പോൾ നമുക്ക് വലിയ 500 കോടിയും 400 കോടിയൊക്കെ മുടക്കി പടം. ഇതുപോലത്തെ ഒരു 4-5 പടം എടുത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ തുറന്ന് പറയാണ് കേട്ടോ, ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം. എന്നെങ്കിലേ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. പറയുമ്പോൾ ഡയലോഗാണ് ചിലർക്ക് എല്ലാം പറയാമെങ്കിലും എത്ര പേരാണെന്നറിയാം ഈ തൊഴിലിൻ്റെ പുറകിൽ ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നത്. ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പം സത്യം ഞാനാണെങ്കിൽ ഞാനുള്ള ഏത് പടം 2 സീനാണെങ്കിലും ശരി, ഞാൻ ഈ റിലീസിൻ്റെ അന്ന് പോയി സകല ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാനെ ഈശ്വര മുടക്കിയ കാശെങ്കിലും പ്രൊഡ്യൂസർക്ക് കിട്ടണേ. ആ പരിപാടിയൊന്നും ഇന്നില്ല. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പഴയ അമ്മമാരുടെ ഒരു രീതിയാണെന്ന് രാവിലെ ഒന്ന് കുളിച്ച് തൊഴാൻ പോകുക എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി ഇത് ആരോട് എന്ത് ഉത്തരവാണ് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ. വിജേഷിൻ്റെ പറയണോ, നിർമ്മാതാക്കളെ പറയണോ, അത് ഈ പറഞ്ഞിട്ട് തിരക്കഥയും പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൂടെ നമ്മൾ പറയത്തില്ല ഒരു സമഞ്ജസമായിട്ട് സമ്മേളിക്കുക. അതൊക്കെ അത്ര പെർഫെക്റ്റായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയ ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാനടക്കമുള്ളവർ കാണുന്നത് പ്രകമ്പനം. ചുമ്മാതല്ല കേരളം പ്രകമ്പനം കൊണ്ടത് ശരി. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. നിങ്ങൾ കുറച്ച് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ, നല്ല പടത്തിന് നല്ലതാണെന്ന് തന്നെ പറയുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്തെല്ലാം പറഞ്ഞാലും ശരി, ഒരു ഭാഗത്തും മറ്റെന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ, അത് നിങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ എത്ര വലിയ ചാനലായാൽ പോലും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ചാഞ്ഞൊക്കെ കളിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ നല്ലതിനെ നല്ലതെന്ന് പറയാനായിട്ട് നമുക്ക് ആരുടെയും ശുപാർശ വേണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഞാനിപ്പോഴും പറയുന്നതാണ്, നല്ല ചിത്രങ്ങൾ വരുമ്പോൾ അതിൽ അഭിനയിച്ചില്ല എന്നുള്ളതല്ല, നല്ല ഒരു പടം ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് ഇറക്കിയിരിക്കുന്നു. ഇത് ഓടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തുറന്ന് ജനത്തിനെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഞാൻ ഈ എനിക്ക് നിങ്ങൾക്കറിയാം 53 വർഷമായി മാധ്യമങ്ങളുടെ ഒരു വലിയ ചേച്ചിയാണ് ഞാൻ. നിങ്ങൾ കേട്ട് കാണുമല്ലേ, കേരളത്തിലെ 176 പേരുണ്ട്, എല്ലാ ചാനലും എല്ലാ പത്രവും സകലരുമുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, എല്ലാ പഴയ ആൾക്കാരാണ്. ജോൺ മുണ്ടക്കയം സാർ തൊട്ട് എല്ലാവരും കൂടെ തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് എല്ലാവരും കൂടുതൽ ആണുങ്ങളാണ്, പിന്നെ പെണ്ണുങ്ങളുള്ളവർ ഈ വാർത്ത വായിക്കുന്നവരൊക്കെയാണ്. അതിലെന്നെ പിടിച്ചില്ല തലതൊട്ടപ്പരം എന്നൊക്കെ പറയുന്നതല്ലേ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിൽ തുറന്നു പറയും. അതിലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, ഇപ്പം കാണുന്നെങ്കിൽ പ്രകമ്പനം പോയി കാണുക, മനോഹരമായ ഒരു ചിത്രം. അപ്പം അത്രയും യുണാനിമസായിട്ട് ഐകണ്ഠേന അവരെല്ലാവരും ഈ പ്രകമ്പനത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട്. ഇനി ഇതുപോലെ പ്രേതം പിടിച്ച അച്ഛമ്മ വരണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണം, വേറെ ആരെയും വിളിക്കല്ലേ. വിജേഷ്, ഇനി പ്രേതം കയറുന്ന അച്ഛമ്മമാരുള്ളപ്പോൾ വിളിക്കണേ കേട്ടോ. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ തമാശയൊക്കെ പറഞ്ഞെങ്കിലും നല്ല ഒരു പടം അഭിനയിച്ചു, അത് നന്നായിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു നിറവാണ് മനസ്സിന്.
അത് എന്നെപ്പോലെയുള്ളവർക്ക് അത് തുറന്ന് പറയാനും ഉള്ളൂ. അല്ലാതെ ഒരേ സമയത്ത് ചാടി 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 5 ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഒരു പടം അഭിനയിച്ചു, പിന്നെ അടുത്ത വരുന്നത് ഇതെന്താ വേഷം, എത്ര സീനുണ്ടെന്നല്ല, ആ 4 സീനാണെങ്കിൽ ആ പടം കണ്ടിട്ട് അയ്യോ നിങ്ങളാ മുമ്പത്തുള്ള കേട്ട കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. അതാണ് ഞാൻ പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതേ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇനിയും ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള, കാരണം ഇതിന് കഥ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം. നിസ്സാര സംഭവത്തിലൂടെ വളർന്നു വരുന്ന ഒരു കഥയാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊച്ചുമോനും കൂട്ടുകാരും എല്ലാം കൂടെ ഒരു ചെറിയ ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് പിന്നെ അങ്ങോട്ടൊരു കഥ ഉണ്ടാവുകയാണ് 2.5 മണിക്കൂർ സിനിമയായിട്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ സിനിമയാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് സാധിക്കട്ടെ. കാർത്തിക് സുബ്രാജ് സാർ എല്ലാം നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇവരുടെയൊക്കെയുള്ള ഒരു സഹകരണവും മേൽനോട്ടവും ഒക്കെ കൂടെ ഉണ്ടാകുമ്പം എല്ലാം കൊണ്ടും ഐശ്വര്യവും സൗഭാഗ്യവും ഈശ്വരാധീനവും എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഏതൊരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന സിനിമ നിറഞ്ഞ സദസ്സോടെ ഓടുക, വിജയിക്കുക എല്ലാവരുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് ഞങ്ങൾക്കിവിടെ അത് പൂവണിഞ്ഞു. അതിനാദ്യം തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന DOP ആൽബി ചേട്ടൻ, എഡിറ്റർ സൂര്യ ചേട്ടൻ, നമ്മുടെ ആർട്ട് ഡയറക്ടർ സുഭാഷ് ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ ബിപിൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശങ്കർ, എല്ലാവരും ആക്ടേഴ്സ്, കൂടെ നിന്ന കൺട്രോളറായിട്ടുള്ള ശശിയേട്ടനും, അങ്ങനെ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും പടം തിയേറ്ററിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററിൽ നിന്നും പുതിയ പടങ്ങൾ വരുന്ന സമയത്ത് മാറ്റി നിർത്തിയും രണ്ടാമത് ഇപ്പോൾ ഇന്ന് പോലും പടം വീണ്ടും ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയം സമ്മാനിച്ച നിങ്ങൾക്ക് ഓരോരുത്തരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ஸோ ரொம்ப சந்தோஷமான ஒரு மூமெண்ட். ஐ திங்க் லாஸ்ட் டைம் நான் கொச்சின் வந்தப்போ இதே சேம் பிரகம்பனம் படத்தோட லான்ச் அதுக்காக வந்தோம். அண்ட் அப்போவே வந்து வி ஆல் அஸ் அ டீம் தேவர் ஆல் வெரி கான்ஃபிடென்ட் அபவுட் த ஃபில்ம். அந்த படம் வந்து கண்டிப்பாக பெரிய ஹிட் ஆகும் அப்படின்ற நம்பி தான் எல்லாருமே பண்ணிட்டு இருந்தாங்க. அண்ட் அன்னைக்கு ஸ்டேஜில் பேசும்போது கூட எவ்ரி ஒன் வாஸ் டெல்லிங் திஸ் வில் டெஃபினெட்லி திஸ் ஃபில்ம் வில் பி லவ்ட் பை த ஆடியன்ஸ்னு. அதே மாதிரி இப்போ படம் ரிலீஸ் ஆகி ஒரு மிகப்பெரிய சக்ஸஸ். ஸோ கங்க்ராச்சுலேஷன்ஸ் ஹோல் டீம், கங்க்ராச்சுலேஷன்ஸ் டு த டைரக்டர், த கேஸ்ட் அண்ட் க்ரூ, ப்ரொடியூசர்ஸ், எவ்ரி ஒன், த எடிட்டர், சினிமாட்டோகிராஃபர், ஆர்ட் டைரக்டர் and every cast and எல்லாமே. ஸோ மேடம் இட் ப்ரெசன்ஸ் adds a big value to the film. ஸோ எங்களுக்கு ஸ்டோன் பெஞ்சுக்கு ஐ திங்க் திஸ் இஸ் ஒன் ஆஃப் த வெரி இம்பார்ட்டண்ட் அண்ட் ப்ரெஸ்டீஜியஸான ஒரு சக்ஸஸ் திஸ் ஒன். அண்ட் ஐ திங்க் ஆல் த கிரெடிட் கோஸ் டு கார்த்திகேயன். பிகாஸ் இந்த படம் வந்து இனிஷியலாக ஒரு ஸ்டேஜில் இருந்தப்போ ஜஸ்ட் பை லிஸ்னிங் டு இந்த படத்தோட ஐடியாவை மட்டும் அவர் கேட்டுட்டு ஹீ செட் கண்டிப்பாக நம்ம வந்து இந்த படத்தில் அசோசியேட் ஆகணும், இந்த படம் கண்டிப்பாக பெரிய சக்ஸஸ் ஆகும் அப்படின்ற மாதிரி ஒரு சொன்னார் அவர். அண்ட் தென் ரைட் ஃப்ரம் தட் டைம் ஐ திங்க் எவ்ரி திங் வாஸ் பாசிட்டிவ் அபவுட் திஸ் ஃபில்ம். படத்தோட மேக்கிங்காக இருக்கட்டும், படத்தோட ட்ரெய்லர், சாங்கு எல்லாமே வந்து பாசிட்டிவாக இருந்துச்சு. அண்ட் படத்தோட ரிலீஸ்மே இட் ஹேட் அ வெரி வெரி குட் வைப். அண்ட் ஃப்ரம் த டைம் ஆஃப் ரிலீஸ் ஐ திங்க் த ரெஸ்பான்ஸ் வாஸ் சூப்பர். ஸோ as a team, as a member of this team, I'm happy to be part of this team. And thank you every press and media for all your support. And padam I think third week இன்னமும் ரொம்ப all houseful shows everywhere. And then number of shows la increase ஆகி, number of theaters increase ஆகி ரொம்ப சக்ஸஸ்ஃபுல்லாக போயிட்டுருக்கு. And even it is having very good response in Chennai, Bangalore, other states also. And I think we're all planning to release it soon in Telugu and Tamil dubbing பண்ணி ரிலீஸ் பண்ணலான்ற மாதிரி. I think this film, this concept will be a fun watch for any language audience. And we are all hoping that even Telugu audience and Tamil audience also will love this film.
and all the very best, everyone. And I'm so happy for Jayesh and the entire team. Thank you. ഒരു പേരും കൂടിയാണ് ഇതിൻ്റെ റൈറ്റർ ശ്രീഹരി വടക്കൻ. പുള്ളി എൻ്റെ കൂടെ 2 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ താമസിച്ച് ഞങ്ങൾ പല കഥകളും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുത്തൊരു പടമാണ്. അപ്പം അദ്ദേഹത്തിനും ഈ വേദിയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം നമ്മൾ കൂടുതൽ അടുത്തുണ്ടാകുന്ന ആൾക്കാരായിരിക്കും നമ്മൾ പലപ്പം വിട്ടുപോകുക എന്ന് പറയുന്ന പോലെ എൻ്റെ 2 വർഷമായിട്ട് എൻ്റെ എല്ലാ ജേണിയിലും എൻ്റെ കൂടെയുള്ള ശ്രീഹരിക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ കോസ്റ്റ്യൂമറായ സുജിത്ത് മണ്ഡലൂരും അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും തോളോട് കൂടെ തോള് എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഭിജിത്തിന് ഈ അവസരത്തിൽ വളരെയധികം നന്ദി അറിയപ്പെടുന്നു. എന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നന്ദി പറയാം. ഇത് ബാക്കിയുള്ളവർക്ക് മൈക്ക് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു. எல்லோருக்கும் வணக்கம். குட் ஈவினிங். தேங்க்ஸ் டு ப்ரெஸ் அண்ட் மீடியா ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலி யூஆர் அவுட் ஹியர். கார்த்திக் சொன்ன மாதிரி இந்த படம் இட்ஸ் வெரி வெரி ஸ்பெஷல் டு ஹஸ். ஏன்னா மலையாளத்தில் எங்களுக்கு ஃபஸ்ட்டு ஹிட் இது, தியேட்ரிக்கல் ஹிட்டு. ஏன்னா வி ஸ்டார்டட் ஆஃப் வித் 2 films earlier, Attention Please and Rekha. Even though it's a good film, but theatrical success நாங்கள் பார்க்கல. ஸோ நெக்ஸ்ட் டைம் when we are coming into Malayalam, we were very ஷுர் தட் தியேட்ரிக்கல் சக்ஸஸ் ஒன்று கொடுத்தே ஆகணும். அப்படின்ற போது தான் கடவுளாக பார்த்து அமுச்சு வச்சவங்க தான் ஸ்ரீஜித் அண்ட் சுஜித் சேட்டா. ஆஃபீஸில் சும்மா உட்காந்துருந்தேன், பார்க்க வரேன்ட்டு வந்தாங்க. சரி வராங்க, பேசுவோம், என்ன தான் கதை சொல்கிறாங்கன்னு கேட்போம் அப்படின்னு சொல்லிட்டு ஒரு 10 நிமிஷம் சும்மா பேசிட்டு கேட்டேன், சொல்லுங்கள் படத்தோட கதை என்னன்ட்டு. இதை நான் ஃபஸ்ட்டு மீட்டிங்லேயுமே சொல்லியிருந்தேன் ஆக்சுவலாக. அப்போ கேட்ட உடனே ஒரே ஒரு மூக்குப்பிடி, இந்த மூக்குப்பிடியை வச்சு ஸ்னாட் பண்ணுறாங்க. ஸ்னாட் பண்ணால் வாட் ஹேப்பன்ஸ் நெக்ஸ்ட் இஸ் த ஸ்டோரின்னொடனே ஐ வாஸ் ப்ளோன் அவே. எப்படிடா இங்கே மட்டும் இப்படி யோசிக்கிறானுங்க, வேறு உலகத்துலேயே எங்கேயுமே இப்படி யோசிக்க மாட்டானுங்களே, எப்படி இந்த கான்செப்ட் வந்து இந்த மலையாளத்தில் மட்டும் இப்படி எடுத்துகிட்டு வராங்க. ஏன்னா ஏற்கனவே படங்கள் இருக்குல்ல, நம்ம சண்டை போட்டோன்னா செருப்பால் அடிச்சுக்குவோம், ஆனால் சண்டை போட்ட பிறகு செருப்பு போட மாட்டேன் அப்படின்னு சொல்லிட்டு ஒருத்தங்க படம் எடுக்கிறாங்க. செயினை திருடினா அதுக்கப்புறம் என்னன்னா அதுக்கு ஒரு கதை எடுக்கிறாங்க. என்ன பண்ணிக்கிட்டு இருக்கோம் நம்மலாம் அப்படின்ற போது அதே வரிசையில் ஒரு மூக்குப்பிடி, அந்த மூக்குப்பிடியை தொடர்ந்து ஒன்று நடக்குதுன்னொடனே எனக்கு டக்குன்னு வார்த்தையே வந்துருச்சு, இம்மீடியட் லாக்டு, எப்போ எவ்வளோ பணம் சொல்லுங்கள், நான் உடனே உள்ளே வரேன். இப்படி தான் இந்த ப்ராஜெக்ட் உள்ளே வந்தோம். ஸோ வந்தோடனே இந்த கான்செப்டை ஆப்வியஸ்லி கார்த்திக், என்னோட பார்ட்னர் கல்யாண் எல்லாருக்குமே சொல்லும்போது எக்ஸைட்டிங் கான்செப்ட், இதை எப்படி இவங்க நரேட்டிவாக எடுத்துகிட்டு போகிறாங்க அப்படின்ற ஒரு டெஃபினெட்லி ஒரு நெக்ஸ்ட் கொஷின் வந்துச்சு. பட் ஐ திங்க் த ஹோல் கிரெடிட் கோஸ் டு டிரெக்டர், த வே ஹி ஹேண்டில்ட் இட். அண்ட் அதை காம்ப்ளிமெண்ட் பண்ணுற மாதிரி டெஃபினெட்லி ஆக்டர்ஸ் அண்ட் டெக்னீஷியன்ஸ் எவ்ரிபடி டிட் தேர் ரோல் டு 100%. அதனால தான் உண்மையாகவே நிஜமாலே ஒரு சக்ஸஸ் மீட் நடத்துகிறோம். அதனால தான் 2nd வீக் முடிஞ்சு 3rd வீக் ஃப்ரைடே அன்றைக்கி பண்ணுறோம். ஸோ இட் இஸ் எ ட்ரூ சக்ஸஸ் மீட் வேர் ஆஸ் அ ப்ரொடியூசர் ஸ்ரீஜித், சுதீஷ் சேட்டா அண்ட் ஸ்டோன் பெஞ்ச், we are all very very happy about it. ஸோ இந்த தருணத்தில் நான் அவங்க எல்லாருக்குமே நன்றி சொல்ல கடமைப்பட்டிருக்கேன், இன்க்ளூடிங் த பீப்புள் ஆஃப் கேரளா who are wholeheartedly accepted this film. அண்ட் இன்னைக்கு நைட் ஷோஸ் கூட ஹவுஸ்ஃபுல்லாக போகிற அளவுக்கு அவங்க அதை பாசமாக ஏற்றிருக்காங்க. ரொம்ப ரொம்ப சந்தோஷம், ரொம்ப சந்தோஷமாக இருக்குது, ரொம்ப பெருமையாக இருக்குது. ஐ திங்க் இந்த ப்ராஜெக்ட் ஆரம்பிக்கும் போதே அம்மா ஜாயின் பண்ணதுலே இட் இஸ் அ பிளெஸிங் டு அஸ். அண்ட் ஐ திங்க் ஹர் கேரக்டர் அவங்க உள்ளே வந்து I think it played a very major role in terms of getting this to this level. And we are so happy. And hopefully we as a company partnering with Navarasa, we would love to do more films in every part of the world. And all these actors and technicians and director, எங்களுக்கு அவங்களாம் ஒரு வாய்ப்பு கொடுத்தாங்கன்னா கண்டிப்பாக நாங்களும் அவங்களோட சேர்ந்து படம் பண்ணுவோன்றதை சொல்லிக்கிறோம். தேங்க்யூ ஸோ மச். ഗണപതി, ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മീഡിയാസിനോടും നന്ദി. നമ്മളിതിനു മുമ്പ് ഒരു പ്രസ് മീറ്റ് ആദ്യം വിളിക്കുമ്പം ഈ പടം സക്സസ് ആയിട്ട് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സംഭവിച്ചു. വളരെയധികം സന്തോഷം. വീണ്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ, നിങ്ങളുടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെയധികം സന്തോഷം. മല്ലികാമ്മ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹിറ്റാവുക എന്നുള്ള പരം സന്തോഷം വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന കോൾസും അപ്രീസിയേഷനും. ഞാനിപ്പോൾ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അവിടെ നിൽക്കുമ്പോൾ പോലും അവിടുത്തെ ആൾക്കാരെ പടം വിജയിച്ചല്ലോ
ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ, ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഞാനിതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ ഡയറക്ടർ വിജേഷ്, ശ്രീഹരി, അൽബിച്ചൻ എല്ലാം നമ്മുടെ ആൾക്കാരാണ്. വളരെയധികം സന്തോഷം. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഇവർക്ക് എഴുതാനും ചെയ്യാനും സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. അതിലെനിക്കും വേഷം ഉണ്ടാവട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുന്നു. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. അമീൻ. ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വപ്നം കാണുന്നതിലും അപ്പുറം ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ പറഞ്ഞൊരു മല്ലികാമ്മയുടെ ഇത്രയും വലിയ അപ്രിസിയേഷനൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പറ്റി പറയുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നു, ഇനി ഇതിലും വലുത് എന്ത് വേണം, സത്യം ഇനി ഇതിൽ വലുത് എന്ത് വേണം എന്ന് ചോദിച്ചെനിക്ക്. കാരണം ഒരു പടത്തിലൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് സീനിയറായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത് എൻ്റെ ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു ഫസ്റ്റ് പടമാണ്. ഒന്നും പറയാനില്ല. താങ്ക് യു. പറഞ്ഞ കൈതു പോവും, അതുകൊണ്ടാണ്. சார் கார்த்திகேயன் சார், நான் இங்கே வந்ததுலேருந்து கார்த்திக் சார்னு நிறைய பேர் பேசுகிறாங்க. நான் இந்த கார்த்திக் சார்னு நினச்சேன். உண்மையிலே ஐ ஆம் ஸோ சாரி. நான் வந்து எனக்கு தெரியல உங்கள் பேர் கார்த்திகேயன் சார் அப்படி இப்படின்லாம் இந்த விஜேஷ் சொல்லியிருக்காங்க. பட் நீங்கள் தான் அந்த ஆளுன்னு எனக்கு இப்போ தான் தமிழில் பேசும்போது தான் புரியுது. ஐ ஆம் ஸோ சாரி. ரொம்ப சந்தோஷம். ഹലോ, ഓക്കെ. ഹായ്, താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു ക്യാരക്ടർ തന്നതിനും എല്ലാതും കൊണ്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പണ്ട് കുറേ സിനിമകളൊക്കെ ഹിറ്റാകുമ്പം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഏതിലൊരു പടത്തിൽ ഹിറ്റായ ഒരു പടത്തിൽ നായികയാവട്ടെ. അത് സംഭവിച്ചു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങൾ വിജയിക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. ബിക്കോസ് ഒരു പടം അടിപൊളിയാണെങ്കിൽ അത് എന്തായാലും ആൾക്കാരെ പോയി അത് അംഗീകരിച്ച് വിജയിപ്പിക്കും. അതിൻ്റെ ഒരു റിസൾട്ടാണ് പ്രകമ്പനം. അപ്പം അങ്ങനെ ഒരു സിനിമേൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇപ്പം അമ്മി പറഞ്ഞ മാതിരി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരു വണ്ടർ മൊമെൻറ്റിൽ ഇരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ഇല്ലെങ്കിൽ ഞാൻ വിജേഷിനെ ചെവിക്ക് പിടിക്കും. എങ്ങനെ ഡബ് ചെയ്ത് ഞാൻ എത്ര പാടുപെട്ടെന്ന് ആലോചിച്ചു. അതെ, ഒന്നുമില്ലെങ്കിൽ അതുവഴി ഒന്ന് പോകുന്നതായിട്ടെങ്കിലും കാണിക്കണം. പഴയ പറയാതെ പോകുന്നെങ്കിലും പറഞ്ഞാൽ മതി അല്ലേ, ഒരു ഷോട്ടെങ്കിലും വരണ്ടേ. ഞാനിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അമീനോട് പറയായിരുന്നേ, ഇപ്പം പറയുന്നത് എനിക്ക് എന്താ പറയണമെന്ന് അറിയാൻ പറ്റും. അയ്യോ മല്ലിക, ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും പേര് സാക്ഷിയാണ്. നമ്മളൊക്കെ അതുവഴി കുറേ കൂടെ വയസ്സാവുമല്ലോ. ഈ തള്ള ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നൊന്നും ആവല്ലേ പൊന്നു മോനെ. അതല്ല സത്യം. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ പടങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, വ്യസന സമേതം. അതിനകത്ത് ഇങ്ങനെ നമ്പർ ഓഫ് സീൻസ് അല്ല, പക്ഷേ നമ്മളൊരു റോള് കേൾക്കുമ്പോൾ അയ്യോ ഇത് പടം കഴിഞ്ഞാലും നമ്മളെ ഓർക്കും എന്നുള്ളൊരു ധാരണ വരും. അങ്ങനെ ഏതായാലും ഈ പടം എൻ്റെ ഒരു നല്ല സമയത്ത് തന്നെ വന്നതാണ്. അപ്പോൾ സമയം നല്ലതായിരിക്കും, അതായിരിക്കും ദൈവം തമ്പുരാൻ വേഷം കൊണ്ട് തന്നു. അയ്യോ എൻ്റെ മോനെ. അല്ല, അതൊക്കെ ശരിയാണ്. 35 കൊല്ലം മുമ്പേ ഒരു സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചതാണ് ഞാൻ. പക്ഷേ അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ജനം എപ്പോഴും മല്ലിക ചേച്ചി, മല്ലിക ആൻറ്റി, മല്ലികാമ്മ, അമ്മൂമ്മ എന്ന് വിളിക്കുന്നത്. ഒരു നടിയും ആ നടിയുടെ കുഞ്ഞും രണ്ടുപേരും എന്നെ ആൻറ്റി എന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അമ്മ ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിൽ മോൾ അമ്മൂമ്മ എന്ന് വിളിക്കണം. അമ്മയും മോളും കൂടെ ഒക്കെ ആൻറ്റി എന്ന് പറഞ്ഞാലേ പ്രായം കൂടുന്തോറും നമ്മളോടുള്ള സ്നേഹം കുറയാതിരുന്നാൽ മതി. ഞാൻ ആരുമായിട്ട് ഒരു ഉടക്കിനും പോകത്തില്ല. വിഷമം തോന്നുമ്പോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയും, ഇത്രയേ ഉള്ളൂ. ആ അയ്യോ, സാഗറിൻ്റെ കാരണം സാഗർ അസലായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ എക്സ്പ്രഷൻ വരുന്ന പോലെ നമ്മൾ ആ സീനിൻ്റെ എന്തിനാണ് നമ്മൾ ഈ കിടന്ന് ഷൗട്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത് വരണ്ടേ. അപ്പോൾ അത്രയും വരണമെന്നുണ്ട്. ഇതാ
ഒന്നും കൂടെ അമ്മ കുറച്ചും കൂടി ഒന്ന് ഒച്ചത്തിൽ എന്ന് പറയരുത് പറയും. ഞാൻ പറഞ്ഞു പറ ഒച്ചത്തിൽ എൻ്റെ തൊണ്ട പോവും. ഏതായാലും അത് ശരിക്കും ഇവരുടെ പെർഫോമൻസാണ് നമുക്കും കൂടെ ഒരു മൂഡ് തരുന്നത്. ഇവർ 3 പേരും കൂടെ നിന്ന് പൊരിക്കുകയല്ലേ. അപ്പോൾ നമ്മളറിയാതെ നമ്മളും കൂടെ ഒരു രസത്തിലങ്ങ് ചെയ്തു പോകും. എനിക്ക് ഡബ്ബിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് പേര് വലിയ വലിയ സ്റ്റാർസ് തന്നെ ചേച്ചി എങ്ങനെ ഇങ്ങനെ 2 സൗണ്ട് ആക്കിയെന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ പറഞ്ഞാൽ അതിങ്ങനെ ഒരു മൂച്ചിലങ്ങ് ചെയ്തതാണ്, വയസ്സായതൊന്നും അപ്പോൾ ഓർത്തില്ല പറഞ്ഞു തന്നെ. സാഗർ രാജുവിൻ്റെ പ്രൊഡക്ഷൻ കുരുതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലേ പറഞ്ഞു സത്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നത് ഗണപതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും അമീന ഇവരെല്ലാവരെയും കുറിച്ച് ശീതൾ അടക്കമുള്ളവരെ കുറിച്ച് പറയും. അവനങ്ങനെ വലിയ ഇഷ്ടമാണ് സത്യം പറയാം. ഞാൻ എൻ്റെ മകനായിട്ടല്ല, മിടുക്കന്മാർ കുട്ടികൾ വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മോൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, എന്നും നമുക്കൊരു 3-4 സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കോടികൾ മുടക്കി പടം എടുക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇൻഡസ്ട്രി വളരണം. ഇപ്പം പണ്ടുണ്ടായിരുന്നു സത്യം മാസ്റ്റർ കൂടെ മധു സാർ, നസീർ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കൂടെ. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു, സോമേട്ടൻ, സുഖുവേട്ടൻ, ജയൻ, അവരുടെ കൂടെ ഞങ്ങളൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ അതാണ് എനിക്ക് തന്ന വലിയ ഈശ്വരാധീനം. ഇവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 3-4 ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തലമുറകളായിട്ട് പുതിയ മിടുക്കന്മാർ പിള്ളേർ വരട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി പ്രേതമായിട്ടെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലും നിൽക്കേണ്ടാ എന്നൊക്കെ വിളിച്ചോണ്ട് എവിടെയെങ്കിലും നിൽക്കാമല്ലോ അല്ലേ. അതൊക്കെ അങ്ങനെ പോകും ഒരു സമയം വരെ. ഇവരൊക്കെ വലിയ ഇപ്പോഴും നല്ല കുഴந்தையாவுக்காட்டிருக்காங்க. இவங்க போய் தமிழ்நாட்டில் இறங்கினா இவங்களை பற்றி தான் கேட்குறாங்க. ராஜு சொன்னேன், அம்மா உங்களுக்கு தெரியாதா? நம்ம இல்லைப்பா நான் பார்க்கல, இன்றைக்கி தான் பார்க்க போகிறேன்னு சொன்னேன். கண்டிப்பாக இப்போ மத்தியானம் கூட நான் ஃபோன் பண்ணேன். ഇവർക്കൊക്കെ ഇവരെ നേരത്തെ അറിയാം. ഞങ്ങളൊക്കെ കുറച്ച് വിട്ട് നിന്നോണ്ട് ഞാൻ തമിഴ് പടം അഭിനയിച്ചു കേട്ടോ. സീമാൻ സാറിൻ്റെ വാഴ്ത്തുക്കൾ മാധവൻ്റെ അമ്മയായിട്ട് ഞാനായിരുന്നു. പിന്നെ കൊള്ളാം. അന്ന് മാധവൻ ഇപ്പോഴും ഞാൻ പറയും മല്ലിഹ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എന്നെ. അന്ന് പിന്നെ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ പോയി നിന്ന് അഭിനയിക്കും. കുറേയൊക്കെ ആകുമ്പോൾ മതിയാകും മോനെ, ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്നിട്ട് നല്ല വേഷം കിട്ടിയാൽ മതി. കൊച്ചുപിള്ളേരുടെ കാലത്താണ് ഓടി നടന്ന് അഭിനയിക്കണം എന്നൊക്കെ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, നല്ല വേഷത്തിൽ കിട്ടിയാൽ പോകും. എങ്ങനെ എനിക്ക് അതെന്തായിരിക്കും കഥ എന്നാലോചിക്കണം. എൻ്റെ പൊന്നു കുഞ്ഞേ കൊള്ളാം. അതെനിക്കിട്ടത് ഭാര്യത കേട്ടോ. കഥ കൊണ്ടുപോവാ, 70 വയസ്സായ ഒരു അമ്മച്ചിയുടെ കഥ കൊണ്ടുപോവാ, ഞാൻ നായികയായിട്ട് ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാം. എന്താ പോരെ? ശരി. கார்த்திக் சார், ஹலோ சார். இந்த மூவி அசோசியேட் பண்ணணும் இல்லை இந்த மூவி செலக்ட் பண்ணணும் அந்த ஸ்பார்க் எப்போ எந்த பாயிண்ட் தான் இந்த மூவிக்குள்ள? அவர் தான் கார்த்திகேயன். நான் சொன்னேன் இல்லையா, கார்த்திக். ஏன்னா இது வந்து பேசிக்கலி as I said, the entire credit of this stone bench associating with பிரகம்பனம் is purely கார்த்திகேயன். அவர் சொன்னார்ல, அவர் மீட் பண்ணிவிட்டு இந்த கான்செப்டை கேட்டு ஒரு நாள் நாங்கள் கேஷுவலாக பேசும்போது சொன்னார், இந்த மாதிரி ஒரு கான்செப்ட் ஒன்று இருக்குது அப்படின்ற மாதிரி சொல்லி இதில் போய் படம் பண்ணுறாங்கன்னு சொன்னாங்க. ஸோ எனக்கு அதே எக்ஸைட்மெண்ட் இருந்துச்சு. லைக் சேம் தான், லைக் வந்து எப்படி ஹவு தே ஆர் கோயிங் டு பில்ட் அ ஸ்டோரி வித் திஸ் கான்செப்ட். பட் ஆனால் டெஃபினட்டாக அது வந்து ஒரு யங் க்ரௌடு, ஒரு காலேஜ் ஹாஸ்டல் அதெல்லாம் வரும்போதே ஐ யூஸ்வலி லைக் தட் கைண்ட் ஆஃப் ஃபில்ம்ஸ். ஸோ அந்த மாதிரி பண்ணும்போது ஐ வாஸ் கான்ஃபிடென்ட் ரைட் ஃப்ரம் ஜஸ்ட் லிசனிங் டு த ஒன் லைன் தட் திஸ் ஃபில்ம் வில் நல்ல படமாக வரும் அப்படின்ற நம்பிக்கை அப்புறந்தே இருந்துச்சு. அண்ட் ஆல் த கேஸ்ட் அண்ட் க்ரூ மெம்பர்ஸ் இவங்கெல்லாம் பார்த்ததுக்கப்புறமும் அண்ட் ஐ சா லைக் ஒரு 10 minutes ஆஃப் ஃபுட்டேஜ் இனிஷியலி. அப்போ பார்க்கும்போதே வந்து ஐ ஃபெல்ட் வெரி அந்த ஒரு வைப் இருந்துச்சு. அந்த சூப்பராக இந்த படம் கண்டிப்பாக சூப்பராக ஓடுன்ற ஒரு நம்பிக்கை எங்கள் எல்லாருக்குமே இருந்துச்சு. இந்த படம் பார்த்ததுக்கப்புறம் எல்லாரும் வந்து பீக் பெர்ஃபார்மன்ஸ் பண்ணிட்டேன். உங்களுக்கு எப்படி இருந்தது அந்த மூமெண்ட்டு பார்க்கறதுக்கு அப்புறம்? ரொம்ப என்ஜாய் பண்ணேன் நான் அந்த படம். நான் இத்தனைக்கும் நான் வந்து பிஃபோர் தேட்டருக்கு வர்றதுக்கு முன்னாடியே நான் வந்து ஒரு ஒர்க்கிங் வெர்ஷனே பார்த்தேன். அதுலேயே வந்து அந்த ஹியூமர் எவ்ரி திங் வாஸ் ஆன் பாயிண்ட் அண்ட் ரொம்ப சூப்பராக கனெக்ட் ஆச்சு. அண்ட் ஆல் த பெர்ஃபார்மன்ஸஸ் வாஸ் சூப்பர். மல்லிகா மேம் எப்படி இருந்தது? யா, ஐ மீன் அதான் நான் சொன்ன மாதிரி வந்து மேம் வந்து இட்ஸ் a பிக் blessing ஃபார் திஸ் ப்ராஜெக்ட் அண்ட் ஐ மீன் ஷீஸ் a legend. ഇത്രയും നല്ലൊരു പ്രൊമോഷൻ ക്യാഷിനെ അവർ കണ്ടിട്ടില്ല. കാരണം ഒരു ദിവസത്തെ എറണാകുളത്താണെങ്കിൽ പിന്നെ
ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല കൂടി നിങ്ങൾക്ക് ഒരു ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് ഒരു പ്ലാനിലുണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ നവരസ ടീമിലെയും മഞ്ജു അങ്ങനെ അവിടെ PR ടീമൊക്കെ കൃത്യമായി പടത്തിന് ശേഷം തിയേറ്റർ വിസിറ്റ് പോകണം ചാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ കുട്ടികളുടെ ഈ സിനിമയോടുള്ള ഇഷ്ടവും സ്നേഹവും ഇപ്പം ഗണപതിയുടെ ബ്രദർ ചിദംബരത്തിൻ്റെ ബാലൻ ഫിലിം നടക്കുകയാണ്. സാഗർ സൂര്യയുടെ ബൊമ്മ അല്ലേ ഭൗമ എന്ന പടം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും ഇടയ്ക്ക് ഒരു സമയം കണ്ടെത്തി ചെയ്താലും എല്ലാവരും ടെക്നീഷ്യന്മാർ ശ്രീഹരി എല്ലാവരും സമയം സ്ട്രെയിൻ ചെയ്ത് അത് വേണമെങ്കിൽ ഇവർക്ക് ഒഴിയാം. നമുക്ക് ഇവരോട് ചീത്ത പറയുമ്പോൾ 1-2 പ്രാവശ്യം ചേട്ടാ എനിക്ക് സമയമില്ല എന്ന് പറയാം. ഇവർ സ്വമേധയാലെ വിളിച്ച് നമുക്ക് ഇന്ന തിയേറ്ററിൽ പോകണ്ടേ അങ്ങനെ പോകേണ്ട ഓരോ തിയേറ്ററിലും പോയി യാത്ര ചെയ്ത് ക്ഷീണിച്ച് അത് ഇവർക്ക് ഈ പടത്തെ നമ്മളെ ഷൂട്ട് ചെയ്യും. ഞാൻ കുറേ പടങ്ങൾ ചെയ്തെങ്കിലും ചില ഓർഡിനറി പല പടങ്ങൾക്ക് ഒരു രസം ഉണ്ടായിരുന്നു. ചില പടങ്ങളിൽ ചിലപ്പോൾ പല കാരണം കൊണ്ട് അത്ര ഒരു വൈബ് കിട്ടില്ല. അതാരും പക്ഷേ ഇതിൽ നമ്മൾ അതിനൊക്കെ ഒരു ദൈവാധീനം ബ്ലെസ്സിങ്സുള്ള പടമായിരുന്നത്. എല്ലാ രീതിയിലും നമ്മൾ നല്ല മഴക്കാലത്താണ് ഷൂട്ട് ചെയ്തത്, ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ. അന്നും മഴ പോലും ഞങ്ങളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ടീമും ഇതേ ടെക്നീഷ്യന്മാരെല്ലാവരും വളരെ ഒരു പോസിറ്റീവ് വൈബോടുകൂടി സ്റ്റോൺ ബെഞ്ചിൻ്റെ കമ്പനി വന്നു. അവരും നമ്മളെക്കാളും വലിയ കമ്പനിയായിട്ട് നമ്മളോട് അത്ര ഒരു അണ്ടർസ്റ്റാൻഡിങ് നിന്നു. എല്ലാവരും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഞാനും ശ്രീക്ക് നമ്മൾ 2005 മുമ്പുള്ള പരിചയമാണ്. ഒരു ബ്രദറിനെ പോലെ എല്ലാ കാര്യം തുറന്നു പറയാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ചെയ്തു. അപ്പം ചില പടങ്ങളിൽ ചിലപ്പോൾ അവർക്ക് ഇമ്മീഡിയേഷൻ വേറെ പടങ്ങൾ വന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഷൂട്ടിംഗ് ഡിസ്റ്റർബ് ചെയ്യാതെ ചിലപ്പം എല്ലാത്തിനും വരാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കുറച്ച് പ്രായമുള്ള ആർട്ടിസ്റ്റൊക്കെ ആകുമ്പം ഇത്രത്തോളം ടെമ്പോ ട്രാവലിൽ കയറി ഇടിച്ചു പിടിച്ച് വരാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. ഇവർ പിന്നെ ചെറിയ പിള്ളേർ എവിടെയാണ് ഓടി കയറാം, ചാടി കയറാം, തിയേറ്ററിലൊക്കെ സ്റ്റെപ്പ് ഓടി കയറാം. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും യൂത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജും നമുക്ക് കിട്ടി. അവരുടെ എനർജിയുടെ ഒരു അഡ്വാൻറ്റേജും കിട്ടി. അല്ലത് എന്തറിയോ, ഇത് വളരെ സ്ട്രെയിനുള്ള പരിപാടിയാണ്. എന്തൊക്കെ തമാശയും പാട്ടും ഇതൊക്കെ ഇവർ ആണെങ്കിലും ഇത്രയും യാത്ര ചെയ്തും കഷ്ടപ്പെട്ടും ഓരോ സ്ഥലത്ത് പോയി സംസാരിക്കണ്ടേ. ഫിസിക്കലി സ്ട്രെയിനിൽ അവർ അതെല്ലാവരും കോപ്പറേറ്റ് ചെയ്തു വളരെ. അതവർക്ക് ഈ പടത്തിനോടുള്ള ഇഷ്ടവും പിന്നെ അവർക്ക് ഈ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി ഇത് നന്നായി വരുന്നുള്ളത്. നമ്മുടെ അസീസൊക്കെ എത്തിയിട്ടുണ്ട്. യുവതാരം അസീസ് നെടുമങ്ങ. അച്ചമ്മ ഉപ്പ് വാങ്ങിക്കോ. അതെ, സ്റ്റാമ്പ് പേപ്പർ ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ, അപ്പൊ നമുക്ക് അസീസക്കയോട് അസീസക്ക ഞങ്ങളെല്ലാം ശബ്ദമില്ല, ശബ്ദം വരുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ആസിസിക്ക് ശബ്ദത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. റെസ്റ്റിലായിരിക്കും, വോയിസ് റെസ്റ്റിലായിരിക്കും അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സാന്നിധ്യമാണ് ആസിസിക്ക. പ്രത്യേകിച്ച് ഇതാ അമ്മ ഇവിടെ ഉണ്ട് കേട്ടാ. എന്തേലുമൊക്കെ സംഭവിക്കും ഇവിടെ ഇപ്പോൾ. ആ ഓക്കെ, ആ വ്യസന സമേതം. ഓക്കെ, അപ്പൊ ആസിസിക്ക എന്താ നമ്മുടെ സന്തോഷം? സന്തോഷം ഇത് തന്നെയാണല്ലോ സന്തോഷം. കാരണം ഇതിപ്പോൾ 3-ാമത്തെ വാരമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ കാണാൻ പോയി, ഹൗസ് ഫുള്ളായിരുന്നു. സത്യം പറഞ്ഞത് ഇന്നലെ ഹർത്താലായിരുന്നു, പക്ഷെ എന്നാൽ പോലും നല്ല ആളായിരുന്നു ഞാൻ കാണാൻ പോയപ്പോഴും. ഒരുപാട് സന്തോഷം. 2026 അയ്യോ തോന്നിരിക്കും നടന്മാർ 2026 ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായി. നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പടം ലോകമെമ്പാടും കാണണമെന്ന് ദൈവ വിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണിത് 1 ഹിറ്റിലേക്ക് പോയത്. ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഭാഗമായതും. സന്തോഷം. ഇനി ആരാ, നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങളുള്ളത്? നമ്മുടെ സാഗർ സൂര്യയൊക്കെ വരുന്നുണ്ട്. കുറച്ച് വരും. സാഗർ ഇസ് കമ്മിങ് ഓൺ ദ വേ. അമീനോടാണ് ചോദ്യം. അമീനിപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് വളർന്നു വന്നു. ഫസ്റ്റ് പടത്തിന് ഇത്രയും വലിയൊരു വെൽക്കം കിട്ടി. അത് കാർത്തിക് സുബ്രാജ് അസോസിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ്. എന്താണ് ഈ സമയത്ത് ഫീൽ ചെയ്തത്? ഇത്ര നല്ലൊരു ബിഗിനിങ്. അതാ ഞാൻ പറഞ്ഞ, ഈ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ സ്വപ്നം കണ്ടതിലും ഈ പറഞ്ഞ ഞാനും പണ്ട് സ്വപ്നം കണ്ടതിലൊക്കെ അപ്പുറത്തുള്ളൊരു പൊസിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഫസ്റ്റായിട്ടാണ് ഒരു ത്രൂ ഔട്ടായിട്ടൊരു പരിപാടി ചെയ്യുന്നത്. അത് തന്നെ ഇത്ര ഹിറ്റാവുക, എല്ലാവരും അറിയുക, എല്ലാവരും അതിനെ എടുത്തു പറയുക.
ഒരുപാട് താങ്ക്സ് വിജയ് ചേട്ടനോടും ശ്രീഹരി ചേട്ടനോടും എല്ലാവരോടും. ഞാൻ എനിക്ക് അറിയാൻ വയ്യ എന്താ പറയേണ്ടതെന്ന്, ഇത്രയും ആൾക്കാരൊക്കെ അതുകൊണ്ടാണ്. ഒരുപാട് താങ്ക്സ്. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ആ സുബിനോടൊക്കെ ഒന്ന് സംസാരിക്കാം. സുബിനെയും സനീഷിനെയൊക്കെ ഒന്ന് അതെ, ശ്രീഹരി എല്ലാവരും ഒന്ന് സംസാരിക്കാൻ വിളിക്കാം. സുബിൻ വാ, എല്ലാവരും വാ, എല്ലാവരും സന്തോഷം പങ്കിടും. ഇവിടെ വന്നിരിക്കുന്ന മീഡിയാസിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം ഈ സിനിമയുടെ വിജയത്തിന് നല്ലൊരു പങ്ക് വഹിച്ചത് മീഡിയാസാണ്. കാരണം സിനിമ തിയേറ്ററിൽ വന്ന ആ ദിവസം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനലിലൂടെയും നല്ല നല്ല അഭിപ്രായങ്ങളും എല്ലാം പുറത്തു വന്നു. അത് ആൾക്കാർ കാണുന്നു. കണ്ട് നിങ്ങളിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാവരും തിയേറ്ററിൽ വരുന്നു. തിയേറ്ററിൽ വരുന്നവർക്ക് ഒരു തരത്തിലുള്ള നിരാശയും വരാത്ത രീതിയിൽ 2.25 മണിക്കൂർ ഒരേപോലെ ചിരിക്കാൻ പറ്റി. കാരണം നമ്മൾ ഒരാഴ്ചയോളം തിയേറ്റർ വിസിറ്റിന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ടും അത് ഇവരുടെ കൂടെ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടും പോയി തിയേറ്റർ വിസിറ്റിന് പോയി. സത്യം പറയാ, സിനിമ കണ്ട് ഇറങ്ങി വരുന്നവരുടെ ആ ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റും. അത് നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടത് കൊണ്ട് നമ്മളെ ഒന്ന് സുഖിപ്പിക്കാം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര്, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിൽ ശശി എന്നാണ്, ആദിൽ ശശി. എടാ ശശിയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തൊരു ക്യാരക്ടറിൻ്റെ പേരിലൊക്കെ നമ്മളെ എനിക്കതൊക്കെ ഒരു സത്യം പറയാൻ ഇപ്പോഴും പറയുമ്പോൾ നന്നായി എണീറ്റ് നിൽക്കുന്ന രോമമൊക്കെ. ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ മഹാന്മാരിരിക്കുന്ന വേദിയുടെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ. ഈ പറഞ്ഞ പോലെ അമീൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒരു വൻ വിജയമായ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിലും ഒരുപാട് നന്ദി. എല്ലാവരോടും നന്ദി. വിജയ് ചേട്ടാ നന്ദി. പ്രൊഡ്യൂസർമാർക്ക് എല്ലാവരുടെ നന്ദി പറയുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും വലിയൊരു സ്നേഹം, സന്തോഷം, നന്ദിയൊക്കെ അറിയിക്കുകയാണ്. എനിക്കും കുറേ അറിയലുണ്ട്. ഞാൻ പൊതുവെ വളവള സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും വലിയ വ്യക്തികൾ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ട്. ഈ സിനിമ എത്രത്തോളം എന്നെ സംബന്ധിച്ച് എനിക്ക് എഫക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇളയ മകന് 3.5 വയസ്സേ ഉള്ളൂ. വിജേഷേട്ടൻ അറിയാം. ഇന്നലെയൊക്കെ അവൻ ഏട്ടനെ കണ്ണാ വിളിച്ച് ഓടുക പറയാം, അമ്മ സത്യം. അപ്പം അത്രയും അവൻ്റെയൊക്കെ മനസ്സ് അത്രയും ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഇപ്പോൾ ഒരു ചെറിയ സെലിബ്രിറ്റി ആയി. എന്താ പറയേണ്ട അറിയില്ല. ഒരുപാട് നന്ദി. ഈ സിനിമയിലെ ഭാഗമാകാൻ കാരണക്കാരായ ദൈവത്തിനും ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്ത മീഡിയാസിനോടും കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളോടും നന്ദി അറിയിക്കുന്നു. ചമ്പത്തമ്മ, താങ്ക് യു. പ്രഥമനത്തിലെ പേര് ബെനഡിക്റ്റ് എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. പക്ഷെ വന്നപ്പോൾ ഇപ്പോൾ കണ്ണൂർ ഗുണ്ടയായി, മഹാലക്ഷ്മിയായി. എനിക്ക് എല്ലാ അർത്ഥത്തിലും ഈ ഒരു സിനിമ മഹാലക്ഷ്മിയാണ്. പറയാനറിയില്ല നമുക്ക്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീഹരി. ആദ്യം തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. ഇപ്പം 3-ാം വാരത്തിലോട്ട് കിടക്കുകയാണ്. ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് കുറേ സ്ഥലത്ത് ഓടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പയ്യന്നൂർ അർച്ചനയിലൊക്കെ തുടക്കം മുതൽ കണ്ടിന്യൂസ് ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ ഇത് തന്നെ സക്സസ്ഫുൾ ആകുമ്പോൾ ഒരു ധൈര്യമാണ്. കാര്യം നമ്മൾ എഴുതുന്നത് കുറേ പേർക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്. വീണ്ടും എഴുതാൻ ഒരു ധൈര്യമാണ്. പിന്നെ വിജയ് ചേട്ടനോട്, കാര്യം എനിക്ക് മുമ്പ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അങ്ങനെയുള്ള എന്നെ ഇൻട്രസ്റ്റ് ചെയ്തതിനെ ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ആൽബി പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രേക്ഷകരോട് തന്നെയാണ് നന്ദി പറയുന്നത്. അതായത് മലയാളികളെ ചിരിപ്പിക്കൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു എക്കോൻ്റെ എഡിറ്റ് നടക്കുന്ന അതിനു മുന്നെയാണ് കുറച്ച് കാലമായിട്ട് ത്രില്ലറുകൾ പരിപാടികളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ശ്രീതട്ടൻ പറഞ്ഞ കഥ കേൾക്കാൻ പോയത്. അപ്പോൾ ശ്രീഹരി കഥ വായിക്കണ കേൾക്കാൻ നല്ല രസമാണ്. എന്താ പറയുക, തലശ്ശേരി കണ്ണൂർ സ്ലാങ്ങിലാണ് കഥ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് കേട്ടിരിക്കുമ്പോൾ തന്നെ
ഇത് വർക്കാവും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാ തമാശ സിനിമകളും പോലെ നമുക്കൊരു ടെൻഷൻ ഉണ്ട്, ഇത് മലയാളികൾ ചിരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ആണെന്ന് സുധീഷേട്ടൻ പറഞ്ഞ പോലെ ഏതൊക്കെയോ രീതിയിൽ ബ്ലെസ്ഡ് ആണ്. എല്ലാം നന്നായിട്ട് വന്നു. എല്ലാവരോടും ഇപ്പോൾ താങ്ക് യു ഓൾ. മഞ്ജു ചേച്ചി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് അതിലുപരി പറയാനുള്ള, ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്ത ഒരു പുള്ളിക്കാരനാണ്. എനിക്കപ്പോൾ ആദ്യം ഇവരോടെല്ലാം എനിക്ക് നന്ദി പറഞ്ഞു തുടങ്ങണം. കാരണം ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. കാരണം ഈ സിനിമ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. പിന്നെ ഞാൻ ഈ സിനിമയിൽ പേഴ്സണലി നോട്ടീസ് ചെയ്ത കാര്യം ചെയ്യുന്നത്, എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇൻട്രോവേർട്സ് ആണ്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇത് വന്നത്. ഭയങ്കര സൈലൻ്റ് ആണ് എല്ലാവരും. ഞാൻ അവിടെ ചാടി ചേട്ടാ ഞാൻ എല്ലാവരും തമ്മിൽ ആരും എനിക്ക് റിയാക്ഷൻ ഇല്ല. ഞാനപ്പോൾ വിചാരിച്ചു, ദൈവമിങ്ങി എൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടാണോ ആരും സംസാരിക്കുന്നില്ല. എനിക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന സെറ്റിൽ ഒരാളെ കിട്ടിയത് എൻ്റെ ശശിയേട്ടനാണ്. ഞാൻ ശശിയേട്ടനെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു, ദൈവമേ ഇത്രയും മുതിർന്ന ഒരാളടുത്ത് ഞാൻ എങ്ങനെ പ്രൊഡക്ഷൻ സെറ്റ് ചെയ്യുന്നത്. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ ബി എന്ന് ചോദിച്ചിട്ട് വരും. അത്രയ്ക്കും വൈബായി സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വിജയശാന്തി ഞാൻ പറയാം, നമ്മളൊരു ഹോസ്റ്റലിൽ കയറി അതേ ഇതാണ്. ഈ കുറേ പ്രായമുള്ളവരും കുറേ ഇതും എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഞാനാണോ ഇതിൽ തന്ത വൈബെന്ന് എനിക്ക് തോന്നും. കാരണം ഇവരുടെ സ്ലാങ് എനിക്കും മനസ്സിലാവുന്നില്ല, അവരുടെ സ്ലാങ് എനിക്കും മനസ്സിലാവില്ല. ഞാനിപ്പോൾ ഇത് ഏത് ജെൻസി ആണോ 90s ആണോ എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലുള്ളൊരു സെറ്റായിരുന്നു. നമ്മുടെ സെറ്റിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. ഒരു ഹോസ്റ്റലിൽ കയറിയതിന് അത്രയും ഫണ്ട് നമ്മൾ തിരിച്ചൊരു കോളേജിൽ പോയതിൻ്റെ ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആക്ടേഴ്സ് ആയാലും. ഇപ്പോൾ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു ഇത് പറയുമ്പോൾ, ചേട്ടാ ഞാൻ ഇത് ചെയ്തോട്ടെ, ആരും ഒന്നിനും നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് ഫ്രീഡം എടുത്തേക്കും. അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാൻ സത്യം പറഞ്ഞ പാടാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ശ്രീധരനോട് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അവർസി വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു 6 വർഷമായി. അതുകൊണ്ടൊന്നും പറയല്ല, എന്ത് വേണോ ചെയ്തോ, നമുക്ക് ഈ സിനിമ ഹിറ്റ് അടിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ സൂര്യചേട്ടൻ വന്നു. എനിക്ക് സൂര്യൻ്റെ ടീമിലുള്ള പ്രവീണേട്ടനോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട്, അഞ്ജുദിനോട് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഇവരാണ് സത്യം പറഞ്ഞാൽ എനിക്ക് രാത്രിയും ഇതും എന്തെങ്കിലുമൊക്കെ ഒരു വേർഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞ് എടുത്തിരുന്നത്. അതേപോലെ ശങ്കർ ബ്രോ, ബിപിൻ ചേട്ടൻ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് ശങ്കർ ശർമ്മയാണ്. അതുപോലെ മ്യൂസിക് ചെയ്തത് ബിപിൻ ചേട്ടനാണ്. എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. അതേപോലെ തന്നെ എവിടെ സുഭാഷ് ചേട്ടൻ പോയോ? സുഭാഷ് ബാ, ഇല്ല വരണം ബാ. ഞാൻ പറഞ്ഞില്ല ഇൻട്രോവേർട്സ് ആണ് എല്ലാവരും. പക്ഷെ സുഭാഷ് ചേട്ടൻ ചെയ്ത ഒരു വർക്ക്, സിനിമ കണ്ടവർക്കറിയാം, അതിൻ്റെ ആർട്ട് വർക്ക് ഭയങ്കരമായ ഒരു കയ്യടി അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം സുഭാഷൻ്റെ ടീം, പ്രൊഡക്ഷൻ ഡിസൈനർ സുഭാഷൻ്റെ ടീമിന് അസലായിട്ട് അനൂപ്, മഹേഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് രാത്രിയാണ്. നമ്മൾ ഇപ്പോൾ വിജയ് ചേട്ടൻ്റെ ഒരു കറക്ഷൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ആരൊരു കറക്ഷൻ പറഞ്ഞാലും സുഭാഷ് ചേട്ടൻ അബി എന്നുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് തിരിച്ചുവരും. അറിയാം ബഡ്ജറ്റിൻ്റെയും ഇതും ക്രിയേറ്റിവിറ്റിയും എല്ലാം മിക്സ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആർട്ട്. പക്ഷെ അത് ചേട്ടനെ പക്കയായിട്ട് സെറ്റ് ചെയ്യുന്നു. എനിക്ക് ഒരു ടെൻഷനും തരാതെ അത്രയ്ക്കും അടിപൊളിയായിട്ട് സുഭാഷ് ചേട്ടൻ ചെയ്തു. അപ്പോൾ ഞാൻ സുഭാഷ് ചേട്ടനോട് അതിന് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ്റെ ഏരിയയിലോട്ട് വരികയാണെങ്കിൽ മഞ്ജു ചേച്ചി താങ്ക് യു. പിന്നെ എനിക്ക് ഒബ്സ്ക്യൂറക്കാരോടൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അവരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്ഷനോട് കറക്ഷൻ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അനുണ്ട്, പാത്തുണ്ട്, സെബാൻ ചേട്ടനോട് വന്നിട്ടില്ല. ഏത് പോസ്റ്റർ ആണെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാൻ ആണെങ്കിലും അവർ നമ്മുടെ കൂടെ തന്നെ ഇപ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ല, എപ്പോൾ വിളിച്ചാലും അവരെനിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതിന് ഒബ്സ്ക്യൂറയ്ക്കും ഒരു വലിയൊരു താങ്ക്സ്. അവിടെ ഉണ്ട്, നിങ്ങളും കൈ പൊക്കിക്കോ. അതേപോലെ ഇവിടെ എത്താൻ പറ്റാത്ത വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, CG VFX. ഈ പടം കണ്ടവർക്കറിയാം, VFX ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു VFXന്. അപ്പോൾ വിനീഷേട്ടൻ ഇവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷേ വിനീഷേട്ടൻ, ആനന്ദേട്ടൻ, അവർക്കും ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ജയറാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ജയറാമേട്ടനാണ്, ജയം പുങ്കളാണ് മെയിൻ മേക്കപ്പ് മാൻ. പക്ഷേ ജയറാമേട്ടനായിരുന്നു കൂടുതൽ സെറ്റിലുണ്ടായിരുന്നു. എനിക്കറിയാവുന്നതും ജയറാമേട്ടനാണ്. അപ്പോൾ ജയറാമേട്ടൻ നന്ദി പറയുന്നു. പിന്നെ ബാക്കി എൻ്റെ പ്രൊഡക്ഷൻ ക്രൂ അശ്വിനുണ്ട്, വല്ലഭനുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ടീം പ്ലേ ആയിരുന്നു ഫുള്ള്. ഒരിടത്ത് ഒരു ഗ്യാപ്പും ഇല്ലാതെ എല്ലാവരും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവരുടെ റോൾ അത്രയും അസലായിട്ട് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു പടം വിജയത്തിൽ എത്തിയെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കണം. ആരും എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ ഡിഡ് ദെയർ ബെസ്റ്റ്. അതാണ് ഈ പടത്തിൻ്റെ സക്സസിന് കാരണം ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. താങ്ക് യു സോ മച്ച്. இதுவும் பார்த்துட்டு
டைரக்டர்கிட்ட போய் சின்ன எடிட் ஒன்று சொல்லணும். அது ஏன்னா கார்த்திக் ஸ்கூல்ன்றதுனால அதெல்லாம் சொல்லவே முடியாது. பயம்தான் வரும் சொல்கிறதுக்கு எங்களுக்கு. எப்படிடா சொல்லலாம் அப்படின்னு சொல்லிட்டு டைரக்டர்கிட்ட போயிட்டு ஒரு சின்னதாக ஒரு சீனு அதை மட்டும் ரிமூவ் பண்ணிடுங்க அப்படின்னோம். டைரக்டர் ஆக்சுவலாக ஒன்றுமே சொல்லிட்டு இல்லை இதை ரிமூவ் பண்ணணும்னா என்னங்க என்ன பிரச்சனை அப்படின்னு. இல்லை இந்த காஸ்டிங் சொன்னது அவர் தான், இதை எடுத்துட்டோன்னா அப்புறம் அவங்க வரலைன்னா அப்புறம் அவர்கிட்ட தான் பதில் சொல்லணும் அப்படின்னாங்க. இந்த இந்த ஃப்ரீடம் ஆஃப் ப்ரொடியூசர் ஸ்ரீஜித் எந்த அளவுக்கு கொடுத்துருக்காருன்னா அவருக்கு எல்லா காஸ்டிங்கும் கொடுத்துருக்காரு. இவர் காஸ்டிங்கிறதுனால நிறையா பேரை உள்ள படத்துக்குள்ளே கொண்டு வந்திருக்காங்க. இதை எதை எடுக்க முடியாதுன்னு நம்ம யாருக்குமே தெரியல. அதனால ஹீ இஸ் அ கல்பரேட் ஆக்சுவலி. ஹீ இஸ் ஜெனுவன்லி வெரி குட் கல்பரேட் ஆக்சுவலி. அது கடைசியில் ஏன்னா அவர் தூக்கிட்டார். ஏன்னா அவர் தேவையில்லைன்னு தோணுச்சு, அதனால தூக்கிட்டார். பட் இன்னொன்று, இப்போ நாங்கள் தமிழ்நாட்டிலேருந்து வந்திருக்கோம் இல்லைங்களா, எங்களுக்கு முதல்ல தமிழ்நாட்டில் சேட்டான்னு நாங்கள் பழக்கப்பட்ட எங்களோட ஃபேமிலி அப்படின்னு நாங்கள் சொல்லிக்கிறதுனா எடிட்டர் விவேக் ஹர்ஷன் அவர்கள். அவர் இங்கே போயிட்டானா, இதே தான் அங்கேயும் பண்ணுவான், இங்கேயும் இதே பண்ணுறான். நேஷ்னல் அவார்ட்லாம் வாங்கியிருக்கான் எங்களுக்காக. பட் ஹி ஜஸ்ட் கேம் இன், ஹி லெஃப்ட் എനിയോ. താങ്ക് യു. അതുപോലെ തന്നെ ഈ പടത്തിൽ ചെമ്പകത്തമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ആരെ വെച്ച് ചെയ്യും എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഞാനിത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശങ്കർ ശർമ്മ, അയാൾ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഇതിൻ്റെ ഓരോ സമയത്തുള്ള അപ്ഡേഷൻ അറിയിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇത് ആരെ വെച്ച് ചെയ്യണം എന്ന രീതിക്ക് നമ്മൾ നോക്കുന്ന സമയത്താണ് ശങ്കറാണ് മല്ലികാമേനെ സജസ്റ്റ് ചെയ്തത്. അതിന് മുന്നേ പല ആൾക്കാരെ നമ്മൾ നോക്കുമ്പം ശങ്കറാണ് നമുക്ക് മല്ലികാമേനെ സജസ്റ്റ് ചെയ്തത്. താങ്ക് യു മാൻ. കാർത്തിക് സാർ വാ, രണ്ടുപേരും സംസാരിക്കും. അഭി പറഞ്ഞ മാതിരി ഇൻട്രോവേർട്ടിൻ്റെ ഒരു അറ്റത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് അധികം സംസാരിക്കാൻ, പ്രത്യേകിച്ച് ക്യാമറ നോക്കുമ്പോൾ അധികം ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പ്രകമ്പനത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലോട്ട് ചേട്ടൻ പറഞ്ഞവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ആര് ഈ ക്യാരക്ടർ ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ ഗഗനചാരി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫിലിമിൽ അനാർക്കലിക്ക് വോയിസ് കൊടുത്തത് മല്ലിക ചേച്ചിയായിരുന്നു. അപ്പോൾ അത് ഓർത്തപ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഒരു ക്യാരക്ടർ സജസ്റ്റ് ചെയ്തു. അങ്ങനെ സംഭവിച്ചു. ഇറ്റ് വാസ്. പിന്നെ എനിക്കിതിൽ താങ്ക്സ് പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൗണ്ട് മിക്സ് ചെയ്ത രാധാകൃഷ്ണൻ സാറുണ്ട്. ആളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഓഡിയോ സൈഡിൽ ശരിക്കും നല്ലോണം ഇതിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു ഹിം. മെൻഷൻ ചെയ്തതിൽ സാധിക്കുന്ന ഒരു ആളുടെ അസോസിയേറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഒരു മൊമെൻറ്റിൽ ഇതിൻ്റെ ടീസറിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഇറങ്ങുമെന്ന് വരെ ഒരു പേടിയുള്ള സമയം ഉണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ തലേദിവസമായിരുന്നു ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചത്. അപ്പോൾ അന്ന് ആളുടെ അസോസിയേറ്റ് ഉള്ള കാരണമാണ് നമുക്കെല്ലാം ടൈമിലി എല്ലാം നടന്നത്. സോ താങ്ക്സ് ടു ഓൾ. വേറെ ഒന്നുമില്ല. താങ്ക് യു സാർ. അതെ, എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് MR രാജേഷൻ എന്നുള്ള മിക്സറിനെ പറ്റി. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ബിപിൻ, ഇതിൻ്റെ മ്യൂസിക് ചെയ്ത ബിപിനെ ഒരുപാട് ബിപിൻ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ബിപിനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സോങ് എനിക്ക് തോന്നുന്നു റിലീസിന് ഒരു 2 ആഴ്ച മുന്നേ എന്തോ ഇതിൻ്റെ സോങ് കംപ്ലീറ്റ് കിട്ടിയത്. സോങ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്തൊരു പടമാണിത്. അപ്പം ഒരുപാട് സോങ് അയക്കും, ഞങ്ങളത് റിജക്റ്റ് ചെയ്യും, വീണ്ടും ചെയ്യും. എന്നാലും ഒരു ബെറ്റർ ആയിട്ടുണ്ട് സോങ് നമുക്ക് തന്നതിന് വളരെ താങ്ക്സ്. രണ്ടു പേർക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഒരു വിജയ സിനിമയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ഞാൻ വിജയ് ഷേട്ടിൻ്റെ അടുത്ത് അന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്കത് ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇതിൽ പല ജോണേഴ്സിലുള്ള പാട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടി. ഇപ്പോൾ സോഫ്റ്റ് മെലഡി ട്രാക്ക് മുതൽ ഭക്തിഗാനം വരെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിപിൻ. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മലയാള ഇപ്പോൾ 3-4 തലമുറകളായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് മലയാള സിനിമയിൽ. ഇപ്പോൾ ഒരുപാട് കഥ 4 ആയി കാണുമല്ലോ. 4
ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള സിനിമയിലെ ഒരു ജേർണി തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ പോകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ അത് വിജയിച്ചോ തോറ്റോ എന്നൊക്കെ അറിയുന്നത്. ഇപ്പം എത്ര കോടി ക്ലബിൽ കയറി എന്നാൽ ഒരു വിജയത്തിന്റെ ഒരു ഗ്രാഫ് അങ്ങനെ മാറി. ഇപ്പം പ്രകമ്പന ഇപ്പം 3 ആഴ്ചകളായി കണ്ടിന്യൂസ് ഹൗസ്ഫുള്ളായിട്ട്. അത് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ചില പടം ഇറങ്ങിയിട്ട് പിറ്റേ 24 മണിക്കൂറിന് മുമ്പ് 28 കോടി വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ വരുമെന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു പിടിയില്ല, സത്യം പറയാണ്. കാരണം അതൊക്കെ അങ്ങ് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അയ്യോ അല്ല എമ്പുരാനെ കാട്ടി മറ്റേ പടം അങ്ങനെ കൂടി ഇതിൻ്റെയൊക്കെ കൃത്യ കണക്കുകൾ കിട്ടും. ഇത് സത്യസന്ധമായിട്ടുള്ള തുകയൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ വല്ല പാടുണ്ടോ? ഇത് ഇന്ന് 3 ഷോ കഴിയുമ്പം ഇതാണ് ഈ കൊല്ലത്തെ ഹിറ്റ് 43.72 കോടി വന്നു എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളപ്പോൾ സന്തോഷമാണോ അയ്യോ ഭാഗ്യം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് നമുക്ക് മാന്യത. സത്യം പറയാം. അതിനകത്ത് നിങ്ങൾ തർക്കിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലാത്ത പോലെ പോകും. അതൊക്കെ വെറുതെയാണ്. ഒരു പടം ഇത്ര ദിവസം ഓടിയാൽ ഇത്ര സെൻറ്റ് തിയേറ്ററുകളിൽ ഓടിയാൽ കിട്ടുന്ന പൈസ അതിപ്പോൾ എന്തെല്ലാം ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഉണ്ട് അല്ലേ, തിയേറ്റർ ഷെയർ ഉണ്ട്. അത് ഓരോ ഞങ്ങൾ 2 പടം പണ്ടിട്ട് സുഖമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത അത് പറഞ്ഞാൽ നല്ല രസം, നിങ്ങൾക്ക് പലർക്കും അറിയില്ല. ഇരകളുടെ പടം റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇരകൾ പടം എടുത്തപ്പോൾ സുഖോട്ടൻ്റെ നാട്ടിലെ എടപ്പാളിൽ അത് അവിടെ ഉള്ളവർക്ക് ഇന്നും അറിയാം. ഒരു തിയേറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, പ്രൊഡ്യൂസർ ഷെയർ, പിന്നെ സർക്കാരിന് പോകുമല്ലോ ഒരു കോപ്പി. അതവിടെ പഞ്ചായത്ത് വെച്ച് തന്നു. 3 തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. സുഖമായിട്ട് ഇത് കൊണ്ടുപോയി പുള്ളി അറിയാമല്ലോ, കേട്ട് കേൾവി കാണുമല്ലോ, ഇച്ചിരി മക്കി നിയമം പഠിച്ചിട്ടുണ്ട്, വിടുവോ? അതുകൊണ്ട് പോയി അവസാനം സുഖമായിട്ട് പറഞ്ഞിടത്ത് വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഈ 1000 കോടി കിട്ടിയാൽ നല്ല കാര്യം, ഭഗവാനെ നന്നായിരിക്കട്ടെ. പക്ഷേ ഇത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ 48 കോടി കിട്ടിയതൊക്കെ പറയാൻ അതൊക്കെ ചുമ്മാതാ. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പം ഈ ലോകം മുഴുവൻ ഈ പടം വരുമ്പോൾ 4 ഷോ വെച്ച് കളിക്കണം, എല്ലാം മാറ്റി വെച്ച്, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറേ കാലം ഓടണം. ചുമ്മാ ഓടിയാൽ പോരാ, നല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടണം, ആൾക്കാർ കയറണം. ഇപ്പം പിന്നെ വിദേശത്ത് കൂടെ റിലീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഇപ്പോൾ 600-700 സെൻറ്ററുകളെല്ലായിടത്തും കൂടെ ഒക്കെ വരുമ്പോൾ അതൊരു നന്നായിട്ട് പോവുകയാണെങ്കിൽ ശരിയായിരിക്കും. പക്ഷേ എന്നാലും ഈ കോടികളുടെ കണക്കിൽ കുറച്ചൊരു എക്സാജറേഷൻ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. കാർത്തിക് സാർ, ഇപ്പം നമ്മളിപ്പോൾ സബ്ജക്റ്റാണ് പ്രധാനം, സ്റ്റാർസ് അല്ല സബ്ജക്റ്റാണ് പ്രധാനം. ഇപ്പം പണ്ടായിരുന്നെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ തന്നെ സ്റ്റാറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള സിറ്റുവേഷനാണ്. ഇപ്പം അത് മാറി നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ അതായത് സ്റ്റാർസിനെ അല്ല സബ്ജക്റ്റിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. തമിഴ് സിനിമ ഇപ്പോൾ കൂടുതൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കുന്നത്? ലാസ്റ്റ് പാർട്ട് അതായത് തമിഴ് സിനിമയിൽ ഇപ്പം ഒരു സ്റ്റാറിന് ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സ്റ്റാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ന്യൂ കമർ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ ആവുന്നുണ്ടല്ലോ, അതെങ്ങനെ? ஸோ ஈவன் தமிழ்லேயுமே அப்படி தான் இருக்குது. ஐ திங்க் மலையாளம்ஸ் மோர் ஆஃப் சின்ன இந்த மாதிரி கான்செப்ட்ஸு ஒரு சின்ன விஷயத்தை வச்சுட்டு ஒரு 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 2 மணி நேரம் கதை சொல்கிறதுக்கான விஷயங்கள் மாதிரி அது மாதிரி தமிழ்லேயும் இப்போ நிறையா படங்கள் வருது. ஸோ அங்கேயுமே I think everyone is giving priority to the story first. Even big stars are also very keen to listening to good stories, good scripts. അതുപോലെ കാർത്തിക് സാർ ഇപ്പം കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ധനുഷ് സാറിൻ്റെ സിനിമയിൽ മമ്മൂട്ടി സാർ ജോയിൻ ചെയ്തു, അപ്പോൾ കഥ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ റെമ്യൂറേഷൻ ഏതാണ്ട് 45 crores ആയിരുന്നു. മമ്മൂക്ക സാർ പറഞ്ഞു എനിക്കത്രയും വേണ്ട, അതിനുള്ള അത്ര ഈ റെമ്യൂറേഷൻ കുറച്ചു. അത് മമ്മൂട്ടി സാർ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് അത്ര റെമ്യൂറേഷൻ വേണ്ട എന്ന്. അപ്പം നോർമലി സ്റ്റാർസ് ഇപ്പോൾ റെമ്യൂറേഷൻ കൂട്ടിക്കൂടുക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒരു ക്യാരക്ടറിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി പാഷനായിട്ടുള്ള ഒരു ഇത്രയും റെമ്യൂറേഷൻ മേടിക്കുന്നത് ശരിയാണോ തെറ്റാണോ? വാർത്ത സത്യമായിട്ട് That's Mammootty sir. Mammootty is always great. അപ്പൊ നമ്മുടെ ഒരു സന്തോഷ സൂചകമായി അല്ലേ, എന്താ ചെയ്യുക, കേക്ക് കെട്ടിയ എല്ലാവരും ഇരിക്കുക.
പ്ലീസ്. നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ.